വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 1-ാം വാക്യം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 1-ാം വാക്യം. അവൻ പന്തിരുവരെ അടുക്കൽ വിളിച്ചു സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. ദൈവരാജ്യം പ്രസംഗിപ്പാനും. ഹലോ, ദൈവരാജ്യം പ്രസംഗിക്കുവാൻ മതിയോ? അപ്പൊ എന്തിനാ അവർക്ക് ശക്തിയും അധികാരം കൊടുത്തത്? ഒന്ന്, ദൈവരാജ്യം പ്രസംഗിപ്പാൻ. അപ്പൊ അവർക്ക് കൊടുത്ത ശുശ്രൂഷയുടെ പേരാണ് PhD എന്ന് പറയും. PhD എന്ന് പറഞ്ഞ PhD. P stand for preaching, H stand for healing, D stand for deliverance. അതാണ് PhD മിനിസ്ട്രി. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം, മാത്യൂസ് ചാപ്റ്റർ 4 വേഴ്സസ് 23. പിന്നെ യേശു ഗലീലയിലൊക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും. നോക്കിക്കോണം, യേശു എന്താ ചെയ്തെന്ന്. മതം പ്രസംഗിച്ചെന്നല്ല, രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദീനത്തെയും. ശിഷ്യന്മാരെ അയക്കുമ്പോഴും പറഞ്ഞു, ദൈവരാജ്യം പ്രസംഗിപ്പിൻ, രോഗികളെ സൗഖ്യമാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ. യേശു കർത്താവ് ചെയ്തത്, ഗലീലയിൽ ആത്മാവിന്റെ ശക്തിയോടെ വന്ന യേശു കർത്താവ് ദൈവരാജ്യം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദീനക്കാരെയും വ്യാധിയെയും സൗഖ്യമാക്കുകയും ചെയ്തു. ദൈവരാജ്യം പ്രസംഗിക്കുമ്പോൾ വ്യക്തികൾ വിടുവിക്കപ്പെടും. അത് ദൈവരാജ്യത്തിന്റെ ശക്തിയുടെ പ്രത്യേകതയാണ്. യേശു കർത്താവ് വന്നത് മതം പ്രസംഗിക്കാനോ മതം തരുവാനല്ല. യേശു കർത്താവ് വന്നത് ജീവൻ തരുവാനാണ്. നിങ്ങളുടെ അകത്ത് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചവൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ജീവൻ അമീബയുടെ ജീവനല്ല, യേശുവിൻ്റെ ജീവനാണ്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 5-ാം വാക്യം മുതൽ താഴേക്ക് വായിച്ചപ്പോൾ, സുവിശേഷകനായിരിക്കുന്ന ഫിലിപ്പോസ് ശമര്യ പട്ടണത്തിൽ ചെന്ന് സുവിശേഷം അറിയിച്ചതാണ്. സുവിശേഷം അറിയിച്ചപ്പോൾ ആ പട്ടണത്തിൽ മുഴുവനും സന്തോഷമുണ്ടായി. ഇവിടെ സന്തോഷമുണ്ടായി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ജോയ് എന്നാണ്, മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത് സന്തോഷം എന്നാണ്. ഇംഗ്ലീഷിൽ സന്തോഷത്തിന് 2 വാക്കുകളാണ്. ഒന്ന് ജോയ്, വേറൊന്ന് ഹാപ്പിനെസ്. പക്ഷെ ഇവിടെ ഹാപ്പിനെസ് അല്ല കൊടുത്തിരിക്കുന്നത്, ജോയ് ആണ് കൊടുത്തിരിക്കുന്നത്. ഹാപ്പിനെസ് വരുന്നത് ത്രൂ ഹാപ്പനിങ്സ്. എന്തെങ്കിലും ഒരു വിടുതൽ നടക്കുമ്പോൾ, ഒരു വിജയം നടക്കുമ്പോൾ, ഒരു പ്രൊമോഷൻ കിട്ടുമ്പോൾ, ഒരു ഉയർച്ച വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഉയർച്ചയുടെ പ്രതികരണമാണ് നമുക്കുണ്ടാകുന്ന സന്തോഷം. തകർച്ച വരുമ്പോൾ ദുഃഖം, ഉയർച്ച വരുമ്പോൾ സന്തോഷം. അങ്ങനെ ഒരു സന്തോഷമല്ല ശമര്യ പട്ടണത്തിൽ വന്നത്. അവർക്ക് വന്നത് ജോയ് ആണ്. ജോയ് എന്ന് പറഞ്ഞ ജോയ്. ഇന്ന് എല്ലാവരും ജയിച്ചിരിക്കുന്നവരല്ല, പലരും ജയം പ്രതീക്ഷിച്ചു വന്നവരാണ്. അവരൊരുപാട് ശ്രമിച്ചു, പക്ഷെ നടന്നിട്ടില്ല. പക്ഷേ ഒരു പ്രത്യാശ അവർക്കുണ്ട്. ഇന്നലെ ഇല്ലെങ്കിൽ ഇന്ന്, ഇന്നില്ലെങ്കിൽ നാളെ. ഇതിൻ്റെ പേര് വിശ്വാസമല്ല, ഇതിൻ്റെ പേര് പ്രത്യാശ എന്നാണ്. എന്ന് പറഞ്ഞാൽ പ്രത്യാശ. ഈ പ്രത്യാശയാണ് നമ്മളെ ജീവിപ്പിക്കുവാനൊരു ഉത്തേജനം നമുക്ക് നൽകുന്നത്. പക്ഷെ വിടുതൽ കിട്ടിയിട്ടില്ല. വിടുതൽ കിട്ടാതെ, രോഗം സൗഖ്യമാകാതെ, ബന്ധനം അഴിയാതെ സന്തോഷിക്കുന്നതിൻ്റെ പേര് ഹാപ്പിനെസ് എന്നല്ല, ജോയ്. കാരണം ഒന്നും ഹാപ്പിയാകാൻ ഒന്നും നടന്നിട്ടില്ല. പക്ഷേ സ്റ്റിൽ എൻ്റെ ഉള്ളിൽ സന്തോഷമുണ്ട്, ജോയ് ഉണ്ട്. അവിടെ ജോയ് എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ഫലമാണ്. അപ്പോൾ രക്ഷിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്നത് ജോയ്, ഒരു സംഭവം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്നത് ഹാപ്പിനെസ്. പക്ഷെ ശമര്യ പട്ടണത്തിൽ നടന്നത് സന്തോഷം എന്ന് പറയുന്നത് ഹാപ്പിനെസ് അല്ല അവിടെ ഉണ്ടായത്. ശമര്യ പട്ടണത്തിൽ അവർക്കുണ്ടായത് ജോയ് ആണ്. ഇംഗ്ലീഷ് വേർഷൻ വായിച്ചാൽ അറിയാം, they had joy in that city.
അപ്പോൾ ജോയ് ഉണ്ടാകാൻ കാരണം അത് രക്ഷിക്കപ്പെട്ടാൽ മാത്രമേ ജോയ് ഉണ്ടാകത്തുള്ളൂ. അവരെല്ലാവരും യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. ഒരു സുവിശേഷകൻ പ്രസംഗിച്ചപ്പോൾ ഒരു സിറ്റി മുഴുവനും യേശുവിനെ അറിഞ്ഞു. ആമേൻ, ആമേൻ. അപ്പം ഫിലിപ്പോസിൽ നമ്മൾ ഈ പ്രസംഗിക്കുന്ന ദൈവദാസന്മാർ പ്രസംഗിക്കുന്ന അതേ സുവിശേഷമാണ് ഫിലിപ്പോസ് പ്രസംഗിച്ചത്. പക്ഷെ ഫിലിപ്പോസ് പ്രസംഗിച്ച സുവിശേഷത്തിന് ശക്തിയുണ്ട്. അത് ഫിലിപ്പോസിനറിയാം. ഇത് വെറുതെ പ്രസംഗിക്കുകയല്ല. നിങ്ങളുടെ അപ്പം വെള്ളത്തിലേക്ക് എറിയുക, അത് വെറുതെ നിങ്ങളുടെ അടുക്കലേക്ക് മടങ്ങി വരത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഇവിടെ ഫിലിപ്പോസിനറിയാം ഈ വചനത്തിന് ശക്തിയുണ്ട്. എന്ന് പറഞ്ഞ വചനത്തിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. ഒന്ന്, വചനത്തിന് ശക്തിയുണ്ട്. ഇത് പ്രസംഗിച്ചാൽ ഈ ശക്തി വ്യക്തികളെ വിടുവിക്കും. അത് ഫിലിപ്പോസിനറിയാം. ആ അറിവും ആ വിശ്വാസവും അതാണ് ജനത്തിലുള്ള സകല ദീനക്കാർ സൗഖ്യമാകുവാനും ഭൂതങ്ങൾ വിട്ടുപോയി ആ പട്ടണത്തിൽ അധികം സന്തോഷമുണ്ടായി എന്നിട്ട് നമ്മൾ രാവിലെ വായിച്ചു. 2, പ്രസംഗിക്കുന്ന വ്യക്തിക്ക് ശക്തി ഉണ്ടായത് മാത്രമല്ല, വചനത്തിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തിയാകുന്നു. ഈ ശക്തി വ്യക്തികളെ വിടുവിക്കും. അപ്പോൾ 1, ഫിലിപ്പോസിൻ്റെ വിശ്വാസം. 2, സുവിശേഷത്തിൻ്റെ ശക്തി. യേശുവിൻ്റെ നാമത്തിൽ ഭൂതങ്ങൾ വിട്ടുപോകും. യേശുവിൻ്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകും. 5 മിനിറ്റ് പോലും എടുത്തിട്ടില്ല ഒരു വ്യക്തി ഇവിടെ സ്വതന്ത്രമാകുവാൻ. അപ്പോൾ സുവിശേഷത്തിന് ശക്തിയുണ്ട്. ദൈവരാജ്യം പ്രസംഗിക്കുമ്പോൾ ഈ ശക്തി ജനത്തിലേക്ക് റിലീസാകും. അപ്പം മരിച്ചവർ ഉയർക്കുന്നത് നമുക്ക് ഇത് അത്ഭുതമാണ്. പക്ഷെ യേശു കർത്താവ് ഒരു അത്ഭുതം കണ്ടിട്ട്, യേശു കർത്താവിൻ്റെ കൈ കൊണ്ടൊരു അത്ഭുതം നടന്നിട്ട്, അത്തിയിൽ ഫലമന്വേഷിച്ചിട്ട് ഫലമില്ലാത്തത് കൊണ്ട് ഇനി നിന്നിൽ നിന്ന് ആരും ഭക്ഷിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് അത് വേരോടെ ഉണങ്ങിയിരിക്കുന്നത് പിറ്റേ ദിവസം കണ്ടപ്പോൾ, റബി ഇന്നലെ നീ സംസാരിച്ച, ഇന്നലെ നീ ശപിച്ച അത്തി വേരോടെ ഉണങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ, എവിടെ നോക്കട്ടെന്ന് പറഞ്ഞ അതിശയോക്തിയോടെ എൻ്റെ യേശു കർത്താവ് മടങ്ങി വന്നത് നോക്കിയ ചരിത്രമില്ല. അതിന് യേശു കർത്താവ് വളരെ കൂളായിട്ടാണ് മറുപടി പറഞ്ഞത്, എനിക്ക് മാത്രമല്ല വിശ്വസിക്കുന്നത് നിനക്കും കഴിയുമെന്ന്. ഇതത്ര വലിയ അത്ഭുതമല്ല. രാത്രി മുഴുവനും പത്രോസ് അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതിരുന്ന സാഹചര്യത്തിൽ ആഴത്തിലേക്ക് വല വീശുക. ഒന്ന് പറഞ്ഞേ. ഓക്കെ, ആഴത്തിലേക്കെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇന്ന് രാത്രി അതൊന്നും പ്രസംഗിച്ച് നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല. അവിടെ ആഴത്തിലെന്ന് പറഞ്ഞാൽ ബത്തോസ് എന്നുള്ള ഗ്രീക്ക് പദമാണ് കൊടുത്തിരിക്കുന്നത്. കാണുന്നതിൽ നിന്ന് കാണാത്തതിലേക്ക് ഇറങ്ങുവാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ആ തിയോളജി ഒന്നും ഞാൻ ഇവിടെ കൊണ്ടുവരുന്നില്ല, ഇന്ന് സമയമില്ല. ആഴത്തിലേക്ക് വല വീശുക. ഏതായാലും നമുക്കറിയാം പത്രോസ് ആഴത്തിലേക്ക് വല വീശി, വല മുഴുവനും നിറഞ്ഞു. ബൈബിൾ പറയുന്നു, ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം പിന്നെ എടുത്ത് വായിച്ചാൽ മതി. അവിടെ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ദേ വർ എക്സൈറ്റഡ്. അവർക്ക് വളരെ എക്സൈറ്റ്മെൻ്റ് ഉണ്ടായി. കാരണം ഇങ്ങനെ രാത്രി മുഴുവനും, രാത്രിയാണ് മുക്കുവൻ മീൻ പിടിക്കുന്നത്, പക്ഷെ രാത്രി മുഴുവനും അവൻ്റെ പരമാവധി നോക്കിയിട്ട് നടക്കാത്തൊരു കാര്യം, പകൽ വല നിറഞ്ഞെങ്കിൽ ഇത് അത്ഭുതമാണ്. അതുകൊണ്ടാണ് അവർ ആശ്ചര്യപ്പെട്ടത്. മാത്രമല്ല വല കീറാറായി. പക്ഷെ യേശുവിനൊരു അത്ഭുതം തോന്നിയിട്ടില്ല. യേശുവിന് അത് നാച്ചുറൽ ലോ ആണ്. അത്തിയോട് ശബ്ദിച്ചപ്പോൾ അത് നെഗറ്റീവാണ് പ്രതികരിച്ചതെങ്കിൽ, വലയോട് കൽപ്പിച്ചപ്പോൾ മീന് പോസിറ്റീവാണ് പ്രതികരിച്ചത്. അവൻ വാക്കുകൾ കൊണ്ട് പിശാചുക്കളെ പുറത്താക്കി. ഞാൻ രാവിലെ തെളിയിച്ചു, അതേ യേശു എൻ്റെ അകത്തുണ്ട്. ഞാൻ പിശാചുക്കളെ പുറത്താക്കിയത് വിരൽ കൊണ്ടല്ല, വാക്കുകൾ കൊണ്ടാണ്. അന്ന് യേശു കർത്താവ് പറഞ്ഞു, ഞാൻ ചെയ്തതിൽ കൂടുതൽ നിങ്ങൾ ചെയ്യും. ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് വിശ്വാസികളോട് ഞാനൊരു കാര്യം പറയട്ടെ, നമുക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. നമ്മളെല്ലാം ഡിപ്പാർച്ചർ ഗേറ്റിൻ്റെ മുന്നിൽ കാഹളധ്വനി കേൾക്കാൻ കാത്തിരിക്കുന്നവരാണ്. എന്ന് മാറും എൻ്റെ കഷ്ടം അന്നു മണ്ണിലെ
ഈ മണ്ണിൽ മുഴുവനും ഖിന്നത മാത്രം. കർത്താവ് വരുമ്പോൾ ഇവിടുത്തെ കഷ്ടങ്ങളെല്ലാം തീരും. ഈ ഒരു ആശ്വാസ വാക്ക് കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. ഞാൻ പറയുന്നത് യേശു കർത്താവ് വരുമ്പോൾ നമ്മൾ പറക്കും. അത് നമ്മുടെ ഗുണമല്ല, ഇതിൻ്റെ പേരാണ് കൃപ. അപ്പോൾ ദൈവത്തിൻ്റെ കൃപയാൽ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷ പ്രാപിച്ചു. അപ്പോൾ സ്വർഗം നിങ്ങളുടേതാണ്. അതിനി നിങ്ങൾ ഒന്നും ചെയ്യണ്ട, സ്വർഗം നിങ്ങളുടേതാണ്. യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗൊണ്ട് ഏറ്റു പറഞ്ഞാൽ നീ രക്ഷിക്കപ്പെടുമെന്ന് റോമർ 10:9 എഴുതി. അത് കഴിഞ്ഞ ഉടനെ തന്നെ പൗലോസ് 2 കൊരിന്ത്യർ 5:17 പറഞ്ഞു, നിങ്ങളിപ്പോൾ പുതിയ സൃഷ്ടിയാണ്. അപ്പോഴാണ് പൗലോസ് ഫിലിപ്പീൻസിൽ എഴുതി 3:21, നിങ്ങളുടെ സിറ്റിസൺഷിപ്പ്, നിങ്ങളുടെ പൗരത്വം സ്വർഗത്തിലായെന്ന്. ഹല്ലേലൂയ. അപ്പം നിങ്ങളുടെ പൗരത്വം സ്വർഗത്തിലാകുമെന്നല്ല, നിങ്ങളുടെ പൗരത്വം സ്വർഗത്തിലായി. അപ്പം നിങ്ങളുടെ രക്ഷയുടെ കംപ്ലീഷൻ പറയും. പക്ഷെ അതുകൊണ്ട് നിങ്ങളുടെ സ്വഭാവം മാറത്തില്ല. കാരണം നിങ്ങൾ ബോൺ അഗെയിൻ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് നിങ്ങളുടെ ശരീരത്തിനല്ല. നിങ്ങളുടെ ദേഹി രക്ഷിക്കപ്പെട്ടില്ല, നിങ്ങളുടെ ശരീരം രക്ഷിക്കപ്പെട്ടില്ല, നിങ്ങളുടെ ആത്മാവാണ് രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പോൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ കളറ് മാറിയില്ല, തടി കുറഞ്ഞില്ല, ഉയരം കൂടിയില്ല, നിങ്ങളുടെ ബുദ്ധി വികസിച്ചില്ല, നിങ്ങളുടെ മുഖക്കുരു മാറിയില്ല, നിങ്ങളുടെ സ്വഭാവം മാറിയില്ല, നിങ്ങൾക്ക് ഉടനെ ജ്ഞാനം കൂടിയില്ല, നിങ്ങളുടെ മനസ്സ് ഔദാര്യ മനസ്സായി മാറിയില്ല. അങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അത് പഴയ പോലെ ആയി കാണും. പണ്ടും നിങ്ങൾ കൊടുക്കത്തില്ല, ഇന്ന് നിങ്ങൾ കൊടുക്കത്തില്ല. പണ്ടും നിങ്ങൾ കുറ്റം പറയും, ഇന്ന് നിങ്ങൾ കുറ്റം പറയും. പണ്ടും നിങ്ങൾ ദേഷ്യപ്പെടും, ഇപ്പോഴും നിങ്ങൾ ദേഷ്യപ്പെടും. അപ്പോൾ നമുക്ക് തന്നെ സംശയമായി, എൻ്റെ രക്ഷ ഒറിജിനലാണോ? ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, ഒറിജിനലാണോ രക്ഷ? അതെങ്ങനെ അറിയാം? അപ്പം ജഡത്തിൻ്റെ പ്രവൃത്തികൾ അന്നുമുണ്ട്, ഇന്നുമുണ്ട്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇനി ആ സ്വഭാവത്തിൽ ഇനി ജീവിക്കരുത്. അത് ദൈവം ചെയ്യുന്ന കാര്യമല്ല. നമ്മൾ ചിന്തിച്ചിരിക്കുന്നത് ദൈവം നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞ് നമ്മളെ മാറ്റി തിരുത്തി ഒരു പുതിയ വ്യക്തിയാക്കി നോ. രക്ഷ നടന്നിരിക്കുന്നത് നിങ്ങൾ ആത്മമണ്ഡലത്തിലാണ്. സ്വഭാവം മാറുന്നത് റോമർക്കെഴുതിയ ലേഖനം 12:2 ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചു വരാതെ എന്ത് ചെയ്യണം? ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഭാവിക്കേണ്ടതിന് ഞാൻ അത് പിന്നെ പ്രസംഗിക്കാം. മനസ്സ് പുതുക്കി ഒന്ന് പറഞ്ഞ്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. അത് ദൈവം ചെയ്യേണ്ട കാര്യമല്ല. ഇവിടെ മനസ്സ് പുതുക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ ഞാൻ ആരാണെന്ന് മനസ്സിലാക്കി ഞാൻ ജീവിക്കുക. ഹല്ലേലൂയ. പണ്ട് നിങ്ങൾ ജീവിച്ചതുപോലെ ഇനി നിങ്ങൾ ജീവിക്കരുത്. ഈ സ്റ്റൈല് നിങ്ങൾ മാറ്റേണ്ടത് ആവശ്യമായിരിക്കും. ഹല്ലേലൂയ. ഒരു വ്യക്തിയുടെ അകത്ത് പിശാച് കയറാനുള്ള സാധ്യത പാപമാണ്. എന്നാൽ എല്ലാവരുടെയും അകത്ത് പിശാച് കയറുന്നത് പാപം കൊണ്ടല്ല. നിങ്ങൾ രാവിലെ തന്നെ കണ്ടു, ഇവരുടെ സ്വത്തിന് വേണ്ടി ഇന്നവൾ അയച്ചതാണ്. അപ്പോൾ പിശാച് കയറാൻ ഒരു ചാൻസ് വേണം. അതിനൊന്ന് ഭയം, 2 പാപം, അങ്ങനെ 3-4 ചാനലുകളുണ്ട് അവന് കയറുവാൻ. പക്ഷെ ഒരൊറ്റ കാര്യം, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇനി യേശുവിൻ്റെ മനസ്സുള്ളവരായി ആ സ്റ്റാൻഡേർഡ്, ദൈവിക സ്റ്റാൻഡേർഡിലേക്ക് നിങ്ങൾ ഉയരണം, ദൈവിക സ്റ്റാൻഡേർഡിലേക്ക് നിങ്ങൾ വളരണം. ഇത് ദൈവം ചെയ്യുന്ന കാര്യമല്ല. ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുക എന്നാണ് ദൈവം പറഞ്ഞത്. ജീവൻ്റെ പുതുക്കത്തിൽ ഞാൻ നടത്തുമെന്നല്ല, ഞാൻ ഈ ഉയർത്തെഴുന്നേറ്റ ശക്തിയുമായിട്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ജീവൻ്റെ പുതുക്കത്തിൽ ഞാൻ നടക്കും. ഹല്ലേലൂയ. പണ്ടത്തെ പോലെ ഞാൻ കളിയും തമാശയും പറഞ്ഞ് നടക്കുന്ന മനുഷ്യനല്ല ഇന്ന്. അതെൻ്റെ സ്വഭാവം മാറിയതല്ല, ഞാൻ മാറ്റിയതാണ്. എൻ്റെ ആ കൾച്ചറും അന്നത്തെ കൾച്ചറും ഇന്നത്തെ കൾച്ചർ സെയിമാണ്, പക്ഷെ ഞാൻ മാറ്റി. ഇപ്പോൾ എൻ്റെ സ്റ്റാൻഡേർഡ് യേശുവിൻ്റെ സ്റ്റാൻഡേർഡായി മാറി. ഹല്ലേലൂയ. അത് നമ്മളായിട്ട് തിരുത്തിയേ പറ്റത്തുള്ളൂ. നമ്മളായി തിരുത്തിയേ പറ്റത്തുള്ളൂ. അപ്പോൾ ദൈവരാജ്യം യേശു കർത്താവ് പ്രസംഗിച്ചപ്പോൾ രോഗികൾ സൗഖ്യമായി, വ്യക്തികൾ വിടുവിക്കപ്പെട്ടു. ശിഷ്യന്മാരെ അയച്ചപ്പോൾ ഇത് തന്നെയാണ് ചെയ്തത്. അപ്പോസ്തല പ്രവൃത്തി 14:8 ലുസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി. നേരത്തെ രാവിലെ നമ്മൾ കേട്ടത് ഫിലിപ്പോസ് ശമരിയിൽ പ്രസംഗിച്ചതാണ്. ഇവിടെ പൗലോസ് ലുസ്ത്രയിൽ പ്രസംഗിക്കുന്നതാണ്. അപ്പം ലുസ്ത്രയിൽ പൗലോസ് പ്രസംഗിക്കുമ്പോൾ
അമ്മയുടെ ഉദരം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിന് ശക്തിയില്ലാതെയുമുള്ള ഒരു പുരുഷൻ ഇരുന്നിരുന്നു. അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ടു. ഹലോ, അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ടു. പൗലോസ് സംസാരിക്കുന്നത് നാട്ടുവാർത്തയല്ല. പൗലോസ് സംസാരിച്ചത് ന്യൂസ് അല്ല. പൗലോസ് സംസാരിച്ചത് കളിയും തമാശയുമല്ല, നാട്ടുകാര്യവുമല്ല. പൗലോസ് സംസാരിച്ചത് മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനമാണ്. പൗലോസ് സംസാരിക്കുന്നത് കേട്ടു. ഹലോ, പൗലോസ് സംസാരിക്കുന്നത് കേട്ടു. ഒന്നുകൂടെ വായിച്ചത്. അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ടു. ഒന്ന് പറഞ്ഞേ, പൗലോസ് സംസാരിക്കുന്നത് കേട്ടു. പൗലോസ് പ്രസംഗിക്കുന്നതല്ല, പൗലോസ് സംസാരിക്കുന്നത് കേട്ടു. അടുത്ത വാക്യം. അവൻ അവനെ ഉറ്റുനോക്കി സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട്, നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്കുക എന്ന് ഉറക്കെ പറഞ്ഞു. ആരെ ഉറ്റുനോക്കി? അവൻ അവനെ ഉറ്റുനോക്കി. രണ്ട് സാധ്യതയുണ്ട്. ഒന്ന്, മുടന്തൻ പൗലോസിനെ ഉറ്റുനോക്കിയിരിക്കാം, ഇല്ലെങ്കിൽ പൗലോസ് മുടന്തനെ ഉറ്റുനോക്കിയിരിക്കാം. രണ്ടും നടന്നിട്ടുണ്ട്. അവൻ അവനെ ഉറ്റുനോക്കി. എന്താണ് ഉറ്റുനോക്കാനുള്ള കാരണം? ഒന്ന്, മുടന്തൻ പൗലോസിനെ ഉറ്റുനോക്കി. എന്ന് പറഞ്ഞേ, മുടന്തൻ പൗലോസിനെ ഉറ്റുനോക്കി. ഓക്കെ, അങ്ങോട്ട് പോകാം. ആദ്യം മുടന്തൻ പൗലോസിനെ ഉറ്റുനോക്കി. എന്തിനാ ഈ പൗലോസിനെ നോക്കുന്നത്? അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിൽ രാവിലെ വായിച്ചു. എന്നാൽ ദൈവരാജ്യത്തെയും ക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ. നിങ്ങളുടെ പേരവിടെ എഴുതണം. ദൈവരാജ്യത്തെയും ക്രിസ്തുവിന്റെ സുവിശേഷവും പ്രസംഗിക്കുന്ന മനുമേനോനെ അവർ വിശ്വസിച്ചപ്പോൾ. അങ്ങനെയല്ലേ എഴുതിയേ? അവർ യേശുവിനെ വിശ്വസിച്ചപ്പോൾ എന്നല്ല, ദൈവരാജ്യവും യേശുവിന്റെ സുവിശേഷം പ്രസംഗിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. ഹല്ലേലൂയ. കാരണം പ്രസംഗിക്കുന്ന വ്യക്തിക്ക് പ്രസക്തിയുണ്ട് ഇവിടെ. കാരണം നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു രാജ്യത്തെയാണ്. നിങ്ങൾ ക്രിസ്ത്യൻ അംബാസഡറാണ്. നിങ്ങളുടെ പേര് വലുതാണ്. നിങ്ങൾ നിൽക്കുന്നത് ചെറിയൊരു സ്ഥാനത്തല്ല. ജനം നിങ്ങളെ വിശ്വസിക്കും. കാരണം നിങ്ങൾ കൊണ്ടു നടക്കുന്ന നാമം യേശുവിൻ്റെ നാമമായതുകൊണ്ട് ആ നാമത്തിലാണ് നിങ്ങൾ അറിയപ്പെടുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ദൈവരാജ്യത്തെക്കുറിച്ചും സുവിശേഷത്തെക്കുറിച്ചും പ്രസംഗിക്കുന്ന ഫിലിപ്പോസിനെ ജനം വിശ്വസിച്ചു. ഹല്ലേലൂയ. സുവിശേഷത്തിന് ശക്തിയുണ്ട്. എൻ്റെ അവസ്ഥ മാറ്റുവാനുള്ള ഘടകം ഈ സുവിശേഷത്തിലുണ്ടെന്ന് മുടന്തൻ കേട്ടു. ഹല്ലേലൂയ. അങ്ങനെ വന്നപ്പോൾ അവൻ യേശുവിനെ അല്ല ഉറ്റുനോക്കിയത്, പ്രസംഗിക്കുന്ന പൗലോസിനെ ഉറ്റുനോക്കി. ഇനി പൗലോസിനറിയാം ഈ സുവിശേഷത്തിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. ബൈബിൾ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 17-ാം വാക്യം. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. നോക്കുക, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അടുത്തത്, എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. എന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും. അപ്പൊ ഞാൻ ഇത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി, നമുക്ക് ഭൂതങ്ങളെ പുറത്താക്കാം എന്ന് ചിന്തിച്ചാൽ, ഞാനും വിശ്വസിക്കുന്നല്ലോ എന്ന് ചോദിച്ചാൽ എന്ത് വിശ്വസിക്കുന്നു എന്നുള്ളതൊരു ക്വസ്റ്റ്യനാണ്. ഇവിടെ വിശ്വാസം എന്നുള്ളത്, ഒന്ന്, എന്താണ് വിശ്വാസം? നിങ്ങൾ ക്രിസ്തുവിൽ ആരാണെന്ന് വിശ്വസിക്കണം. യേശുവിൻ്റെ നാമത്തിന് ശക്തി ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമായില്ല, ഉപയോഗിക്കുന്ന വ്യക്തിക്ക് അധികാരം കാണണം. അപ്പൊ ഒരുപാട് പ്രസംഗത്തിൽ ഈ മുടന്തൻ പോയിരുന്ന് കാണും. പക്ഷെ അവിടെ ഒന്നും ഇല്ലാത്തൊരു പ്രത്യേകത ഇപ്പോൾ ഇദ്ദേഹം കാണുകയാണ്. ഈ മുടന്തൻ ഒരുപക്ഷെ ആദ്യമായിട്ട് പോകുന്നതല്ല, ആദ്യമായിട്ട് കേൾക്കുന്നതല്ല. പക്ഷെ പൗലോസ് പ്രസംഗിച്ചപ്പോൾ ഇതിനൊരു പ്രത്യേകത ഉണ്ടായി. ഒന്ന്, പൗലോസ് പ്രസംഗിക്കുന്ന പ്രസംഗത്തിൽ ദൈവരാജ്യം അല്ലെങ്കിൽ വിടുതലിൻ്റെ സന്ദേശമുണ്ട്.
അതിൻ്റെ പേരാണ് സത്യസുവിശേഷം. ഹല്ലേലൂയ. ഇത് കേട്ട മുടന്തന് ഒരു കാര്യം മനസ്സിലായി, ഈ സുവിശേഷം കേൾക്കാനുള്ളതല്ല, ഈ സുവിശേഷം അനുഭവിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് ഗുഡ് ന്യൂസ് ആയത്. ഹല്ലേലൂയ. ഇതിൻ്റെ മധ്യത്തിൽ പല മുടന്തന്മാരും കാണും. അവർ ചിന്തിച്ചിരിക്കുന്നത്, എന്നെ മുടന്തനാക്കിയത് ദൈവത്തിൻ്റെ ദയ, ഞാൻ അഹങ്കാരിക്കാതിരിപ്പാൻ എൻ്റെ കാലിനെ അവൻ ഒടിച്ചു കളഞ്ഞു. അതാ പറഞ്ഞ ചിന്താഗതിയെ മാറ്റുക. അടുത്തേക്കുന്ന വ്യക്തിയോട് പറഞ്ഞ ചിന്താഗതിയെ മാറ്റുക. അപ്പം ഞാൻ എങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ചുരുട്ടിക്കളഞ്ഞ കാലുമായിട്ട് എങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, ദൈവം എന്നെ ഇങ്ങനെയാണ് സൃഷ്ടിച്ചത്, ചിലതിനെ അങ്ങനെയും ചിലതിനെ ഇങ്ങനെയും, അതുകൊണ്ട് ഇത് ദൈവം തന്നതാ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ സുവിശേഷത്തിന് എത്ര ശക്തി ഉണ്ടെങ്കിലും ഞാനത് ശ്രദ്ധിക്കാൻ പോകത്തില്ല. കാരണം അത് എനിക്കുള്ളതല്ല, എൻ്റെ അവസ്ഥ മാറണമെന്ന് എനിക്ക് താല്പര്യമില്ല. കാരണം പിശാച് എന്നോട് പറഞ്ഞു, ദൈവം നിന്നെ അഹങ്കരിക്കാതിരിപ്പാൻ ഇങ്ങനെ ചെയ്തു, നിന്നെ പാവപ്പെട്ടവനാക്കിയത് നീ അഹങ്കരിക്കാതിരിപ്പാൻ, നിന്റെ ജീവിതം മുഴുവനെ തോൽവിയാക്കിയത് നീ അഹങ്കരിക്കാതിരിപ്പാൻ. ഈ പിശാച് പറയുന്ന നുണയെല്ലാം വിശ്വസിച്ചിട്ട് സുവിശേഷം കേൾക്കാനിരുന്നാൽ ഒരിക്കലും അവസ്ഥ മാറത്തില്ല. സുവിശേഷത്തിന് ശക്തി ഉണ്ടെങ്കിലും ഈ ശക്തി നിങ്ങളിലേക്ക് പ്രവഹിക്കാതിരിപ്പാൻ പിശാച് വഴിയടച്ചിരിക്കുകയാണ്. അതാ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്, their understanding being darkened. അന്നിത് അതിൻ്റെ അകത്തേക്ക് കയറിയാലേ ഉള്ളൂ. അപ്പൊ അവരുടെ അറിവിനെ അവൻ അജ്ഞതയാക്കി മാറ്റി. ഇത് എൻ്റേതാണെന്ന് എനിക്ക് അറിയുന്നില്ല. ഭക്തിമായി യേശു കർത്താവിനെ കണ്ടിട്ട് നിലവിളിച്ചു. ശിഷ്യന്മാർ പറഞ്ഞു മിണ്ടാതിരിക്കട, കാരണം ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല എന്തിൻ്റെ വിളിയാണിതെന്ന്. യേശു കർത്താവിന് മനസ്സിലായി ഇതാണ് വിശ്വാസത്തിൻ്റെ വിളി. ഹല്ലേലൂയ. ഈ വിശ്വാസത്തിൻ്റെ വിളിയുടെ ഭാഷ മനസ്സിലാക്കുന്നവനാണ് എൻ്റെ യേശു. അതുകൊണ്ട് ഭക്തിമായി വിളിച്ചപ്പോൾ ശിഷ്യന്മാർക്ക് ഇത് അസഹ്യമാണ്, അവർക്കിത് അലർജിയാണ്, അവർക്കിത് ഇറിറ്റേഷനാണ്. പക്ഷെ യേശുവിന് ഇത് പ്രസാദമാണ്. കാരണം കൂടെയുള്ളവൻ വിശ്വസിക്കാത്തവൻ നിലവിളിക്കുന്നത് പോലെയല്ല കണ്ണ് കാണാത്തവൻ്റെ നിലവിളി. ഇന്ന് കണ്ണ് കാണാത്തവൻ്റെ നിലവിളിയിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അരുമനാഥൻ മുന്നോട്ട് പോകാതെ അവിടെ നിന്നു. അവൻ്റെ നിലവിളിയുടെ മുന്നിൽ യേശു നിന്നു. ഹല്ലേലൂയ. സീ, ബൈബിളിൽ 2-3 സ്ഥലത്താണ് യേശു നിന്നിരിക്കുന്നത്. ഒന്ന്, എന്നെ തൊട്ടത് ആര്? നിങ്ങൾക്ക് നന്നായിട്ടറിയാം. എല്ലാവരുടെയും യേശു നിന്നില്ല. വളരെ സ്പീഡിൽ പോകുന്ന യേശുവിനെ പിടിച്ചു നിർത്തിയ ചില വിശ്വാസവീരന്മാരുണ്ട്. അതിലൊന്ന് ഈ പെണ്ണ. 12 വർഷം ബ്ലീഡിംഗ് ആയി ആരാലും സൗഖ്യം വരാതിരിക്കുന്ന ഈ പെണ്ണ് യേശുവിൻ്റെ വർത്തമാനം കേട്ടു. അധികം ഒന്നും കേട്ട് കാണത്തില്ല, ഒന്നേ കേട്ടുള്ളൂ. അത് കേട്ടത് മുറുകെ പിടിച്ചവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നെ അതിനൊരു മാറ്റവുമില്ല. ഞാൻ വിളിച്ചവൻ ആരെന്നറിഞ്ഞവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിനപ്പുറത്തൊരു സുവിശേഷം ഇനി നിനക്ക് കേൾക്കാനില്ല. ഞാൻ ഈ സുവിശേഷം കേട്ടു. 25 മിനിറ്റാണ് മേനോൻ സുവിശേഷം കേട്ടത്. 26ാമത്തെ മിനിറ്റിൽ ഞാൻ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. 25 മിനിറ്റ് ഒരു വ്യക്തിയെ മനസാന്തരപ്പെടുത്താൻ മതി എന്നുള്ളത് അറിവല്ല, എൻ്റെ അനുഭവമാണ്. ഇന്ന് നിങ്ങൾ കേട്ട ഈ സുവിശേഷം ഇന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇനി വേറൊരു 30 ദിവസത്തെ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട. രക്ഷിക്കപ്പെടാൻ ഇന്നത്തെ സുവിശേഷം നിങ്ങൾക്ക് ധാരാളമാണ്. അതെങ്ങനെ അറിയാം? പട്ടറായിരിക്കുന്ന ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത്. 26ാമത്തെ മിനിറ്റിൽ ഞാൻ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. നിങ്ങൾക്കറിയാം, തമ്പ്രക്കന്മാർ എന്ന് വിശേഷിക്കപ്പെടുന്ന തറവാട്ടിൽ നിന്ന് 10 മക്കളുടെ കുടുംബത്തിൽ നിന്ന് ആദ്യമായിട്ട് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച ഞാൻ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ നിങ്ങൾക്കറിയാം. എൻ്റെ പിതാവ് ഹാർട്ട് അറ്റാക്കായി വീണു. എൻ്റെ കുടുംബക്കാരെല്ലാം കൂടെ നിലവിളി തുടങ്ങി. ഈ സാഹചര്യത്തിൽ എന്നെ എങ്ങനെയെങ്കിലും മടക്കിയെടുക്കുവാൻ അവൻ ചെയ്യേണ്ടതെല്ലാം അവർ ചെയ്തു. എല്ലാവരും വലിയ വലിയ വലിപ്പമുള്ള അറിവുള്ള അവരെല്ലാം എന്നോട് സംസാരിക്കുവാൻ വന്നു. സംസാരിച്ച് എന്നെ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്ത് തിരിച്ചു കൊണ്ടുപോയില്ല എങ്കിൽ നാണക്കേടാണ്. അവർക്ക് നാട്ടുകാരുടെ മുന്നിൽ നടക്കാൻ കഴിയത്തില്ല. കാരണം വളരെ സ്റ്റാൻഡേർഡ് പിടിച്ച ഒരു തറവാടെന്നാണ് അവർ പറയുന്നത്.
പക്ഷെ ഇതിൻ്റെ മധ്യത്തിൽ എനിക്കൊരു സംശയം തോന്നിയില്ല. കാരണം ഞാൻ കേട്ട സുവിശേഷം യഥാർത്ഥ സുവിശേഷമായിരുന്നു. ജീസസ്. എനിക്ക് അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്നുകൂടെ ഇത് വെരിഫൈ ചെയ്യട്ടെ. നിങ്ങളിങ്ങനെ പറഞ്ഞല്ലോ, കോൺഗ്രസും പറഞ്ഞു, മാർക്സിസ്റ്റും പറഞ്ഞു, ഇപ്പം ഇതിലേതാ ശരി എന്നുള്ളത് ഞാനൊന്ന് വെരിഫൈ ചെയ്യട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ 10 ദിവസം സമയമൊന്നും ചോദിച്ചില്ല. ഞാൻ പറഞ്ഞു, ഒന്നേ ഞാൻ കേട്ടുള്ളൂ, അത് ശരിയാ. ഹല്ലേലൂയ. അതിനേക്കാൾ അറിവ് നിങ്ങൾക്കുണ്ടാകാം. അറിവ് കൊണ്ട് അറിവിനെ ഖണ്ഡിക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു അറിവ് എനിക്ക് ദൈവമാണ് വെളിപ്പെടുത്തിയതെങ്കിൽ ഇതിനെ ഖണ്ഡിക്കാൻ ഇനി വേറൊരു അറിവ് വരത്തില്ല. ആ സുവിശേഷമാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എന്നെ നിർത്തിയിരിക്കുന്നത്. മനസ്സിലാക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു.